ഇതും കൂടി ഇവിടെ വയ്ക്കാം. ഞാൻ ചോദിക്കുന്നേ എന്താ ഈ സാധനങ്ങൾ അളവ് പാത്രങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ അല്ലേ? ഓൾ റൈറ്റി. ഇനി എന്നാ? ഓക്കെ, ഐ തിങ്ക് വി ആർ ഗുഡ് ടു ഗോ. ഇവിടെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയുള്ള ഒരു സ്മൂതി റെഡിയാക്കാൻ പോവാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ എന്താ, ഒന്ന് കുറച്ച് പ്രോട്ടീനൊക്കെ വേണം, കാരണം കുറച്ച് നേരം കഴിഞ്ഞ് പെട്ടെന്ന് വിശക്കാതിരിക്കാൻ വേണ്ടി. രണ്ട്, നമുക്ക് ബ്രെയിനൊക്കെ ഒന്ന് എനർജൈസ് ആവാൻ വേണ്ടി കുറച്ച് ബെറീസും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ, ഒട്ടും കുക്കിംഗ് ഒന്നും ഇല്ലാത്ത ഒരു സ്മൂതിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ സ്ട്രോബെറി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാനൊരു 1/2 കപ്പ് സ്ട്രോബെറി എടുത്തിരിക്കുകയാണ്. ഇത് ബ്ലൂബെറീസ് 1/2 കപ്പ് മതി. ഇത് കുറച്ച് കൂടുതലുണ്ട്, പക്ഷെ നമുക്ക് 1/2 കപ്പ് മതിയാവും. പിന്നെ ഒരു ബനാനയിൽ ഒരുപാട് പൊട്ടാഷ്യം ഉണ്ടല്ലോ. നമുക്ക് രാവിലെ ബ്രെയിൻ ഫുഡൊക്കെ ആയിട്ട് ബനാന എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യുന്നത് ഒരുപാട് നല്ലതാണ്. പിന്നെ ഇത് റോൾഡ് ഓട്സ് ആണ്. നമ്മൾ ഇതിന് മുന്നേ ഒരു റെസിപ്പിയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് റോൾഡ് ഓട്സ്. അത് ഞാനൊന്ന് പൊടിച്ചു വെച്ചു. അത് പൊടിച്ചു വെച്ച് ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ അതാണ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇപ്പോൾ നിങ്ങൾ സ്മൂതി ചെയ്യുമ്പോൾ തന്നെ ആഡ് ചെയ്ത് പൊടിച്ചാൽ മതി. ഇത് നമുക്ക് 1 കപ്പ് വേണം. മെഷറിംഗ് കപ്പിൽ 1 കപ്പ് റോൾഡ് ഓട്സ് വേണം. പിന്നെ ഇത് കുറച്ച് തേന്. പിന്നെ അതിന് പുറമെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പാലിന് പകരം ആൽമണ്ട് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. ആൽമണ്ട് മിൽക്ക് ഇസ് എ റിച്ച് സോഴ്സ് ഓഫ് കാൽഷ്യം. അപ്പോൾ ആൽമണ്ട് മിൽക്ക് എന്നാ നിങ്ങളുടെ അവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ മിൽക്ക് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇപ്പോൾ കുറച്ചുകൂടെ ഒരു ന്യൂട്രിയൻ റിച്ച് ആവാൻ വേണ്ടിയിട്ടാണ്, ഹെൽത്തി ആവാൻ വേണ്ടിയിട്ടാണ് ആൽമണ്ട് മിൽക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. നമുക്ക് തുടങ്ങാം. ഞാനിത് ന്യൂട്രി ബുള്ളറ്റിലാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് ഫ്രോസൺ ബ്ലൂബെറീസ് ഇട്ട് കൊടുക്കാം. കുറച്ച് മാറ്റി വയ്ക്കാം, കാരണം അത് 1/2 കപ്പിൽ കൂടുതലുണ്ടായിരുന്നു. പിന്നെ ഇത്രയും വലിയ സൈസിലുള്ള സ്ട്രോബെറീസ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഒരു 4 എണ്ണം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ഫ്രഷ് സ്ട്രോബെറീസ് ആണ്. അതിൻ്റെ പുറമെ ഞാൻ പറഞ്ഞ പോലെ റോൾഡ് ഓട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് 1 കപ്പ് റോൾഡ് ഓട്സ് പൊടിച്ചതാണ്. അളവൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ പറയാണ്. എന്താ, ഒരുപാട് സ്ട്രിക്റ്റ് ഒന്നും ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഞാൻ വളരെ ബുദ്ധിപരമായി ഇത് ആഡ് ചെയ്ത് കൊടുത്തോണ്ട് ഇത് ഇവിടേക്ക് ആയി. ഓക്കെ, ഇനി എന്താ, ഇതിൻ്റെ പുറമെ നമുക്ക് ബനാന ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് വലുതാണ്, ഇത്രയും മുഴുവനൊന്നും വേണമെന്നില്ല. ഞാനൊരു 3/4 ബനാന ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അതിൻ്റെ പുറമെ നമുക്ക് ഒരു 2 ഗ്ലാസ് ആൽമണ്ട് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ 2 ഗ്ലാസ് ആൽമണ്ട് മിൽക്ക് ഒഴിച്ചു കൊടുത്തു. ഇതും കൂടെ നമുക്ക് നമ്മുടെ ന്യൂട്രി ബുള്ളറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അടിച്ചു കൊടുക്കാം. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തു. റെഡി, 1 2 3 ഗോ. എല്ലാം നല്ലോണം മിക്സായി നോക്കാം. ഓക്കെ, നല്ല സ്മൂത്തായിട്ടെല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇതിനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് പകർത്താം. ഞാൻ സാധാരണ എന്നാ ചെയ്യാച്ചാൽ രാത്രി തന്നെ ഇതുപോലെ സ്മൂതി ഉണ്ടാക്കിയിട്ട് ഇത് ഫ്രിഡ്ജിൽ നമുക്ക് എടുത്തു വയ്ക്കാം, അടപ്പുള്ള പാത്രത്തിൽ. ഇത് നമുക്ക് ഓഫീസിലേക്ക് നേരെ കൊണ്ടുപോവോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പുറത്തേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യാം. നല്ല ഭംഗിയുള്ള കളറല്ലേ, ആ ബ്ലൂബെറിയുടെയും സ്ട്രോബെറിയുടെയും കൂടെ മിക്സ് ആയിട്ടുള്ളതാണ്. ഓക്കെ, ഇനി ഒരുപാട് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതിങ്ങനെ തന്നെ കുടിക്കാം, കാരണം ഇതിൽ ബനാന ഇട്ടിട്ടുള്ളതുകൊണ്ട് ഒരു ചെറിയ മധുരമുണ്ട്. അല്ലാച്ചാൽ മധുരം ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ പുറമെ നമുക്ക് തേൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ തേൻ ആഡ് ചെയ്തൊന്ന്
നോക്കുവാണ്. ഒരു ടീസ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്യാം. അത്രേ ഉള്ളൂ, നമ്മുടെ എക്സ്ട്രീംലി ഈസി ഹെൽത്തി ആയിട്ടുള്ള സ്മൂതി റെഡിയായി. ഭയങ്കര ഫില്ലിംഗ് ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്മൂതിയാണ്. അപ്പോൾ എന്നാ നമ്മൾ വെറുതെ ഫ്രൂട്ട്സ് മാത്രം അടിച്ചെടുത്ത് കിട്ടുമ്പോഴത്തെ അത്രയും മധുരമൊന്നും അങ്ങനെ ഒരു ഫ്ലേവർ അല്ല. കാരണം നമ്മളിതിൽ ഓട്സ് ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഓട്സിൻ്റെ ടേസ്റ്റ് വരും. ഓട്സ് ഉണ്ടെങ്കിലേ ആ ഒരു ഫൈബറൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് വെക്കാൻ പറ്റിയ ഒരു നല്ല റെസിപ്പിയാണ്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് അല്ല, നിങ്ങൾക്ക് ഇടയ്ക്ക് സ്നാക്കായിട്ടും ഇത് കുടിക്കാം. നമ്മുടെ വീട്ടിൽ മിക്കവാറും ഉണ്ടാക്കാറുള്ള ഒരു സ്മൂതിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ സ്മൂതി റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ വീട്ടിൽ ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ബൈ.